നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ക്ലാസ് 7ന്റെ ഫ്രാക്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. സോ എന്താണ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫ്രാക്ഷൻ represents a part of a whole, അല്ലേ? a part of a whole എന്നാണ് പറയുന്നത്. സോ അതിനെന്തുണ്ട്, ഒരു ഡിനോമിനേറ്ററും ഉണ്ട്, അതുപോലെ തന്നെ എന്താണ്, ന്യൂമറേറ്ററും ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ എഴുതുകയാണെങ്കിൽ 3/4 എന്ന് പറയുന്നത് ഒരു ഫ്രാക്ഷനാണ്, 5/8 എന്ന് പറഞ്ഞാൽ ഒരു ഫ്രാക്ഷനാണ്, 9/5 എന്ന് പറഞ്ഞാൽ ഒരു ഫ്രാക്ഷനാണ്. ഇതെല്ലാം എന്താണ്, ഫ്രാക്ഷൻസ് ആണ്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റ് എക്സസൈസിലേക്ക് പോകാം. സോ എക്സസൈസ് 2.1. ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് സോൾവ് ചെയ്യാനായിട്ടുള്ളത്. 2 - 3/5. ഇതെങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്? നമ്മളുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 - 3/5 ആണ്. അപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ ഡിനോമിനേറ്റേഴ്സ് എന്തല്ല, സെയിം അല്ല. സെയിം അല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ LCM കണ്ടുപിടിക്കണം. അപ്പം ഇവിടുത്തെ LCM എന്ന് പറയുമ്പോൾ 1ന്റെയും 5ന്റെയും ആണ് LCM കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ളത്. അപ്പം LCM ഓഫ് 1 and 5 എന്ന് പറയുമ്പം എത്ര തന്നെയാണ്, 5 തന്നെയാണ്. ഓക്കെ, അപ്പം 2/1നെ നമുക്ക് എങ്ങനെ എഴുതാം, 2 × 5/1 × 5 that is equal to 10/5. 3/5 എത്ര തന്നെയാണ്, 3/5 തന്നെയാണ്. സോ നമുക്കിനി എഴുതാം 2 - 3/5 is equal to 10/5 minus 3/5. അപ്പം സെയിം ഡിനോമിനേറ്റേഴ്സ് ആയി. അതാ നമുക്ക് ഡിനോമിനേറ്റർ താഴെ എഴുതാം. 10 - 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, 7 ആണ്. സോ നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്, 7/5 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 4 + 7/8. ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിനോമിനേറ്ററിൽ 1ഉം 8ഉം ആണ്. സോ LCM ഓഫ് 1 and 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, 8 തന്നെയാണ്. നോക്കിക്കേ, 4/1 is equal to 4 × 8/1 × 8. That means 4 × 8 എന്ന് പറയുമ്പോൾ 32 divided by 8. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ 4 + 7/8 is equal to 32/8 plus 7/8 എന്നാണ് നമുക്ക് കിട്ടുന്നത്. 32 + 7 എന്ന് പറയുമ്പോൾ 39 divided by 8. നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്, 39 divided by 8. വേണമെങ്കിൽ നമുക്കിതിനെ എന്താണ്, ഒരു മിക്സഡ് ഫ്രാക്ഷൻ ആക്കി എഴുതാനായിട്ട് പറ്റും. അപ്പോൾ 39 divided by 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4s are 32, റിമൈൻഡർ 7 വരും. സോ നമുക്ക് എന്ത് എഴുതാം, 4 7/8 എന്ന് കൂടെ വേണമെങ്കിൽ എഴുതി വെക്കാം. ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് പോകാം. സിയില് 3/5 + 2/7. ഇവിടെ നമുക്ക് ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് 5ഉം 7ഉം ആണ്. അപ്പൊ നമുക്ക് 5ന്റെയും 7ന്റെയും LCM ആണ് കാണേണ്ടത്. സോ 5ന്റെയും 7ന്റെയും LCM എന്ന് പറയുമ്പോൾ 5 1 7 7 1 1. 5 × 7 എന്ന് പറയുമ്പോൾ എത്രയാണ്, 35 ആണ്. അപ്പം
നമുക്ക് 3/5 എഴുതാം. 3/5 is equal to 5 into 7 ആണ് 35. So both numerator and denominator നമ്മൾ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 21/35 എന്ന് വരും. ഇത് 2/7 നമ്മൾ എഴുതുമ്പം 7 into 5 ആണ് 35. അതുകൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് 10/35. നോക്കിക്കേ, നമ്മൾ എഴുതാൻ പോവാണ് 3/5 plus 2/7 is equal to, അങ്ങനെയാണ് 21/35 plus 10/35. അതായത് എത്രയാണ്? 21 plus 10 എന്ന് പറയുമ്പോൾ 31. 31/35. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 9/11 minus 4/15. ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് LCM ഓഫ് 11 and 15 ആണ് കണ്ടുപിടിക്കുന്നത്. സോ 11 and 15 3 കൊണ്ട് ചെയ്യുമ്പോൾ 11 5 ആണ് വരുന്നത്. 5 11 1 11. സോ LCM എന്ന് പറയുന്നത് 3 into 5 into 11 ആണ്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 165 ആണ്. നമുക്ക് 9/11 കൺവേർട്ട് ചെയ്യാം. സോ 9/11 is equal to ബോത്ത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ നമ്മൾ എന്ത് ചെയ്യുന്നു? 15 കൊണ്ട് എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ചെയ്യുന്നു. നമുക്ക് കിട്ടുന്ന എന്താ? 9 into 15 എന്ന് പറയുമ്പോൾ എത്രയാണ്? 135 ആണ്. സോ 135 divided by 165. 4/15 4/15 നമ്മൾ എന്ത് ചെയ്യണം? ബോത്ത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്ററിനെ 11 കൊണ്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഇറ്റ്സ് 44 divided by 165. ഇനി നമുക്ക് എഴുതാം 9/11 minus 4/15 is equal to 135 divided by 165 minus 44/165. So 135 നിന്നും 44 subtract ചെയ്യുന്നു. 5 minus 4 1. 13 minus 4 എന്ന് പറയുമ്പോൾ എത്രയാണ്? 9 ആണ്. So it is 91/165. So final answer എന്ന് പറയുന്നത് എത്രയാണ്? 91/165 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 7/10 plus 2/5 plus 3/2. ഇവിടുത്തെ LCM കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ആരുടെയൊക്കെയാണ്? 10 വേണം, 5ന്റെ വേണം, 2ന്റെയും കൂടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? LCM കണ്ടുപിടിക്കേണ്ടത്. സോ 10 5 2ന്റെ LCM കണ്ടുപിടിക്കാൻ പോവാണ്. 2 വെച്ച് ഫസ്റ്റ് ഡിവൈഡ് ചെയ്യുന്നു. സോ ഇറ്റ് ബിക്കംസ് 5 5 1. അടുത്തത് 5 ആണ്. 1 1 1. അപ്പോൾ LCM എന്ന് പറയുന്നത് എത്രയാണ്? 2 into 5 എന്ന് പറയുമ്പോൾ 10 ആണ്. 7/10 എന്ന് പറയുമ്പോൾ 7/10 തന്നെ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? 2/5നെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2/5നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 2 ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഇറ്റ് ഈസ് 2 into 2 4 4/10 എന്ന് കിട്ടും. 3/2ന്റെ കേസ് വരുമ്പോൾ 3/2നെ നമ്മൾ എന്ത് ചെയ്യണം? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 5 ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഇറ്റ്സ് 15/10 വരും. ഇനി നമ്മൾ 7/10 പ്ലസ് 2/5 പ്ലസ് 3/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
7/10 plus 4/10 plus 15/10. 7 plus 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11 ആണ്. 11 plus 15 എന്ന് പറയുമ്പോൾ 26/10 ആണ് ആൻസർ കിട്ടുന്നത്. 26/10. നമുക്ക് വേണമെങ്കിൽ ഇതിനെ എന്ത് ചെയ്യാം, റെഡ്യൂസ് ചെയ്യാം. 26/10 ആണ്. അപ്പോൾ ബോത്ത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്ററിനെ നമുക്ക് ഈവൻ നമ്പേഴ്സ് ആയതുകൊണ്ട് 2 കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇറ്റ് ഈസ് 13/5. നമുക്കിതിനെ എന്താണ് റെഡ്യൂസ് ചെയ്തിട്ട് 13/5 എന്ന് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് 2/3 പ്ലസ് 3 1/2. ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് എന്താണ്, മിക്സഡ് ഫ്രാക്ഷൻസ് ആണ്. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, ഇതിനെ കൺവേർട്ട് ചെയ്യുന്നു. അപ്പം 2/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എങ്ങനെ എഴുതാൻ പറ്റും, 2 into 3 plus 2/3 എന്നാണ് മീനിങ്. ദാറ്റ് മീൻസ് 2 into 3 6 plus 2 8 8/3. 3 1/2 ആകുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, 3 into 2 plus 1/2 6 plus 1 3 into 2 6 plus 1 7/2 ആണ്. അപ്പോൾ നമുക്കിനി ഇവിടെ LCM കണ്ട ആരുടെയാണ്, 8/3ൻ്റെയും 7/2ൻ്റെയും. സോ LCM ഓഫ് 3 and 2. 3 and 2ൻ്റെ LCM എന്ന് പറയുമ്പോൾ എത്രയാണ്, 6 ആണ്. സോ 8/3 എങ്ങനെ എഴുതാം, 8/3 is equal to LCM ഡിനോമിനേറ്റർ 6 ആകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 2 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ ഇറ്റ് ഈസ് 16/6. ഇനി 7/2ൻ്റെ കേസ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഡിനോമിനേറ്റർ 6 ആകണം എന്നുണ്ടെങ്കിൽ നമ്മൾ 3 ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്ന് പറയുമ്പോൾ എന്താണ്, 21/6 എന്ന് വരും. ഓക്കെ, നമ്മൾ ആൻസർ കണ്ടുപിടിക്കാൻ പോവാണ്. 2/3 പ്ലസ് 3 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് 16/6 പ്ലസ് 21/6 എന്ന് പറയുമ്പോൾ 37/6 ആണ്. നമുക്കിന്നെ എന്ത് ചെയ്യാം, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആയതുകൊണ്ട് വളരെ മിക്സ്ഡ് ആക്കിയിട്ട് എഴുതാൻ പറ്റും. സോ 37 divided by 6 6 into 6 36. 37 minus 36 എന്ന് പറയുമ്പോൾ 1 ആണ്. സോ the final answer is 6 1/6. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ eight 1/2 minus 3 5/8. 8 1/2നെ നമുക്ക് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി എഴുതാം. അപ്പം 8 into 2 plus 1/2. 8 into 2 16. 16 plus 1 എന്ന് പറയുന്നത് എത്രയാണ്, 17. 17/2. 3 5/8 എന്ന് പറയുമ്പോൾ അങ്ങനെ എഴുതാം, 3 into 8 plus 5/8. That means it is 3 into 8 24. 24 plus 5 29/8 ആണ്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ LCM കണ്ടുപിടിക്കേണ്ടത് ആരുടെയാണ്, 2ൻ്റെയും 8ൻ്റെയാണ്. സോ 2 8 2 1 4. ഇനി അഗെയിൻ 2 കൊണ്ട് കഴിയുമ്പോൾ 1 2. നമുക്ക് അവിടെ കിട്ടുന്ന LCM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, 8 ആണ്. 2 into 2 into 2 എന്ന് പറയുമ്പോൾ 8 ആണ്. സോ
7/2 നമുക്ക് മാറ്റി എഴുതാം. സോ 17 into 4/2 into 4, അതായത് എത്ര വരും? 68/8 ആണ് വരുന്നത്. ഇത് 29/8 ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യേണ്ട, കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. നമുക്ക് ആഡ് ചെയ്യാം 8 1/2 മൈനസ് 3 5/8 നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, സബ്ട്രാക്ട് ചെയ്യാനായിട്ട് പോവാണ്. സോ ഇറ്റ് ഈസ് 68/8 മൈനസ് 29/8. 68 നിന്ന് 29 സബ്ട്രാക്ട് ചെയ്താൽ 18 മൈനസ് 9 എന്ന് പറയുമ്പോൾ 9, 5 മൈനസ് 2 എന്ന് പറയുമ്പോൾ 3. സോ ഇറ്റ് ഈസ് 39/8 ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. സോ 39/8 നമുക്ക് മിക്സഡ് ഫ്രാക്ഷൻ ആക്കി എഴുതാനായിട്ട് പറ്റും. സോ 8 4s are 32, റിമൈൻഡർ 7 വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 4/7/8 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻസിനെ അസെൻഡിങ് ഓർഡറിൽ എഴുതുന്നത് നോക്കാം. അറേഞ്ച് ദ ഫോളോയിങ് in descending order. Two by 9, 2/3, 8/21. സോ ഇപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്പേഴ്സിന്റെ എല്ലാം ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് ഡിഫറെന്റ് നമ്പേഴ്സ് ആണ്. നേരത്തെ ക്വസ്റ്റ്യനിൽ തന്നെ ചെയ്ത പോലെ തന്നെ ഡിഫറെന്റ് ഡിനോമിനേറ്റേഴ്സ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, LCM കണ്ടുപിടിക്കണം. സോ LCM ഓഫ് 9, 3 and 21, that is equal to 19, 3, 21 LCM കണ്ടുപിടിക്കാൻ പോകണം. സോ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 3, 1, 7, again 3, so 3 into 3 into 7, 3 into 3 into 7 എന്ന് പറയുമ്പോൾ എത്രയാണ്? 3 into 3 9, 9 into 7 63. പിന്നെ ഇതെല്ലാത്തിനെയും നമ്മൾ കൺവേർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ 2/9 എന്ന് പറയുമ്പോൾ എന്താകും? 2 into 7/9 into 7 ആണ് നമുക്ക് ചെയ്യേണ്ടത്. സോ ഇറ്റ് ഈസ് 14/63. 2/3 നമുക്ക് എഴുതാം. ദാറ്റ് ഈസ് എത്രയാണ്? നമ്മൾ 21 കൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്, മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, ബോത്ത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ. സോ അതെന്ന് പറയുന്നത് 42 ഡിവൈഡഡ് ബൈ 63 എന്ന് വരും. ഇനി 8/21 നമ്മൾ എഴുതുകയാണെങ്കിൽ ഇതാ ബോത്ത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്ററിനെ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 3 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. സോ ഇറ്റ് ഈസ് 24/63. ഇനിയിപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഫ്രാക്ഷൻ എന്തായി? ലൈക്ക് ഫ്രാക്ഷൻസ് എല്ലാത്തിനെയും ഡിനോമിനേറ്റർ എന്തായി? സെയിം ആയി. സോ ഇനിയും നമുക്ക് എന്താണ് ഇവരെ അറേഞ്ച് ചെയ്ത് എഴുതാനായിട്ട് പറ്റും. സോ ഇതിനകത്ത് ഗ്രേറ്റർ എന്ന് പറയുമ്പോൾ ഏതാണ്? 42/63. നമുക്ക് ഡിസെൻഡിങ് ഓർഡറിലാണ് എഴുതേണ്ടത്. സോ ഗ്രേറ്റസ്റ്റ് നമ്പർ എഴുതുക. 42/63 ഗ്രേറ്റർ ദാൻ 24/63, ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 14/63. ഇനി നമ്മളുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്ന നമ്പേഴ്സ് ഇതല്ല. അപ്പോൾ സോ നമ്മൾ അതിലേക്ക് കൺവേർട്ട് ചെയ്യാം. സോ 42/63 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? 2/3 ആണ്. സോ 2/3 ഗ്രേറ്റർ ദാൻ 24/63 എന്ന് പറയുമ്പോൾ 8/21. സോ 8/21 ഗ്രേറ്റർ ദാൻ ലാസ്റ്റ് നമ്പർ ഏതാണ്? 2/9. സോ ഇതാണ് നമ്മളുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. 2/3 ഗ്രേറ്റർ ദാൻ 8/21 ഗ്രേറ്റർ ദാൻ 2/9 ആണ്. ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കിയാലോ?
1/5, 3/7, 7/10. ഇവിടെ നമ്മൾ LCM കണ്ടുപിടിക്കുന്നത് 5-ൻ്റെയും 7-ൻ്റെയും 10-ൻ്റെയാണ്. 5, 7, 10. 2 കൊടുക്കുമ്പോൾ 5, 7, 5. നെക്സ്റ്റ് 5 കൊണ്ട് ചെയ്യുന്നു 1, 7, 1. 7 ഇട്ട് ചെയ്യുന്നു. സോ ഇറ്റ് ഈസ് 1, 1, 1. സോ നമുക്കിവിടെ LCM വരുന്നത് 2 × 5 × 7 ആണ്. 2 × 5 10 ആണ്. 10 × 7 എന്ന് പറയുമ്പം 70 ആണ്. സോ 1/5 നമുക്ക് എഴുതാം. 1/5 is equal to ഇങ്ങനെ എഴുതും 1 × 14/5 × 14 ആണ്. സോ ഇറ്റ് ഈസ് 14/70. 3/7 നമുക്ക് എഴുതാം. എന്താണ്? ബോത്ത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ 10 കൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഇറ്റ് ഈസ് 30/70. അടുത്തതെന്ന് പറയുമ്പോൾ 7/10 ആണ്. അതിനെ നമുക്ക് എന്ത് ചെയ്യണം? ബോത്ത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്ററിനെ 7 കൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്? മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഇറ്റ് ഈസ് 49/70. ഇനി നമുക്ക് ഡിസെൻഡിങ് ഓർഡറിലാണ് എഴുതേണ്ടത്. അതായത് ബിഗർ നമ്പറിൽ നിന്നും സ്മോളർ നമ്പറിലേക്ക് എഴുതണം. സോ ബിഗർ നമ്പർ ഏതാണ്? 49/70 ഗ്രേറ്റർ ദാൻ 30/70 ഗ്രേറ്റർ ദാൻ 14/70 എന്ന് വരും. 49/10 70ക്ക് പകരം നമുക്ക് 7/10 എന്ന് എഴുതാം. 7/10 ഗ്രേറ്റർ ദാൻ 30/70 എന്ന് പറയുമ്പോൾ 3/7 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഏതാണ്? 14/70 എന്ന് പറയുമ്പോൾ 1/5 ആണ്. Okay.